ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ എത്തിയിരിക്കുന്ന ഇരുമ്പിച്ചോല വെള്ളച്ചാട്ടത്തിലാട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ വലിയൊരു അപകടമാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. കാരണം വെച്ചപ്പോൾ വയനാടൊക്കെ ഉരുൾപൊട്ടലും മറ്റ് മണ്ണിടിച്ചിലൊക്കെ നടന്നല്ലോ. അതുപോലെ നമ്മുടെ ഇരുമ്പുചോലയിൽ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഈ തോടിൻ്റെ ഈ ഭാഗം കണ്ടോ നിങ്ങൾ, ഈ മണ്ണിടിഞ്ഞ് ആദ്യമൊന്നും ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇനി ഈ പാറ ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല. ഇനി കാരണം വെച്ചാൽ ഇവിടുത്തെ മണ്ണൊക്കെ ഇടിഞ്ഞു പോയി, ഇടിഞ്ഞ് ചാടി എന്താ പറയുക, അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടുതൽ സാധ്യത ഉള്ള ഒരു കാര്യമാണ് ഈ പാറകൾ കണ്ടില്ലേ, ഈ നിൽക്കുന്ന പാറകളൊക്കെ ഇടിഞ്ഞ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുമ്പുചോല വെള്ളച്ചാട്ടത്തിൽ വന്ന് കുളിക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനെ ഒരു അപകടം മണക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഇറങ്ങുക. അപ്പോൾ ആരും പേടിക്കണ്ട. എന്നാലും പറയാം, ഇവിടെ എന്തായാലും നിങ്ങൾ കുളിക്കാനൊക്കെ വരുമല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഒരിക്കലും വരരുത്, 2-3-4 ആൾക്കാർ വരണം. പിന്നെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് അപ്പോൾ അതേ പേർക്കും അറിയില്ല. പിന്നെന്ന് പറയുമ്പോൾ കൂടുതൽ യൂട്യൂബേഴ്സും ഇവിടെ വന്നിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ പലരും അറിയുന്നില്ല ഈ വെള്ളച്ചാട്ടം എന്താണെന്ന്. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പം തൊട്ടേ നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. പലരും വയനാടും അതേപോലെ ഇടുക്കിയിലൊക്കെ ടൂർ പോകുന്നുണ്ട് വെള്ളച്ചാട്ടം കാണാൻ. പക്ഷേ ഇത്രയും നല്ലൊരു മനോഹരമായ ഈ വെള്ളച്ചാട്ടം ആരും കണ്ടിട്ടില്ല. കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വന്നാൽ മതി. ഇരുമ്പുചോല നമ്മുടെ ഏറനാട് പഞ്ചായത്തിൽപ്പെട്ട ഒരു തോടാണിത്. ഇത് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ നമ്മളിപ്പോൾ സൂചിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പൈസ കൊടുത്തിട്ട് കാണണം. ഇതാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സൂപ്പറായിട്ട് കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം കേട്ടോ. നല്ല ഭംഗിയിൽ കാണാനും പറ്റും, നിങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റും. പക്ഷെ ആസ്വദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1-2 ആൾക്കാർ വേണം എന്തായാലും. പിന്നെ പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ആരെങ്കിലും ഒന്ന് കണ്ടിട്ട് കുളിക്കാൻ ഇറങ്ങുക. കാരണം വെച്ചാൽ വല്ല അപകടം വന്നാൽ ഈ തോട്ടിൽ നിന്ന് തന്നെ ഒരു മരണമൊക്കെ സംഭവിച്ചാണ്. അപ്പോൾ സൂക്ഷിച്ച് ഇറങ്ങുക. അപ്പോൾ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.